കോൺഗ്രസിന്റെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിഞ്ഞു. ഇനി മുന്നണികൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവശ്യത്തിലേക്ക് കടക്കും. കോൺഗ്രസ് അവശേഷിച്ച 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പിൽ വ്യക്തത വന്നു. ഇതോടെ 3 മുന്നണികളും ഇന്നു മുതൽ സംസ്ഥാനത്തുടനീളം പ്രചാരണം ശക്തമാക്കും. ഡൽഹിയിൽ നിന്ന് കണ്ണൂരിൽ എത്തിയ കെ സുധാകരന് വലിയ വരവേൽപ്പാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. വിജിൽ മാക്കുറ്റി, മുഹമ്മദ് ഷമ്മാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടന്നു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനമായും എല്ലാവരും പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഒരല്പം വൈകൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മേക്കപ്പ് ചെയ്തുകൊണ്ട് പ്രചാരണത്തിൽ അവർ ശക്തമായി തിരിച്ചുവരും എന്നായിരിക്കും പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. LDF സ്ഥാനാർത്ഥിയായിട്ടില്ല, BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു തീരുമാനം ഇതിൽ എപ്പോഴേക്ക് വരും? ഗുഡ് മോർണിംഗ് ദിൽന, ഗോകുൽ. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം സംസ്ഥാനത്ത് തെളിഞ്ഞു എന്ന് വേണം പറയാൻ. ഏറെ വൈകിയാണെങ്കിലും കോൺഗ്രസ് ഇന്നലെ രാത്രിയോടുകൂടി അവസാന പ്രഖ്യാപിക്കേണ്ടിയിരുന്ന 37 സീറ്റുകളിലെ സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചു. പക്ഷേ അത്തരം ഔദ്യോഗിക പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ വന്നെങ്കിലും നേരത്തെ തന്നെ ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിമാർ റോഡ് ഷോ ഉൾപ്പെടെയുള്ളവ സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ അവർക്ക് നിശ്ചയിച്ച മണ്ഡലങ്ങളിൽ നടത്തി എന്ന് വേണം പറയാൻ. അവസാന ഘട്ടത്തിൽ ഒരു അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്നു. റോഡ് ഷോ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചെങ്കിലും അത് നടത്തണമോ വേണ്ടയോ എന്നുള്ളതെങ്കിലും നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ഇവരെല്ലാം തന്നെ റോഡ് ഷോകളിലേക്ക് സജീവമായി. ഇന്നു മുതൽ സജീവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം സംസ്ഥാനത്ത് തെളിയും എന്നുള്ളതാണ്. പക്ഷേ കെ സുധാകരന് സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. കെ സുധാകരന്റെ നിലപാട് ഇനി എന്തായിരിക്കും എന്നുള്ളതാണ്. കണ്ണൂരിലായിരിക്കും ഇന്നത്തെ ആ ഒരു രാഷ്ട്രീയ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് പ്രധാന കോൺഗ്രസ് നേതാക്കൾ, അതായത് നിലവിലെ MLA കൂടിയായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ പാലോട് രവി മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അലോഷ്യസ് സേവ്യർ ഇന്നലെ ഒരു പ്രതിഷേധ രാജിയൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി അതിനുശേഷം പിന്തിരിയുന്ന നിലപാടിലേക്കും വന്നു. ഒപ്പം ദീപ്തി മേരി വർഗീസ് എന്നിവർക്കും സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസിനകത്ത് ഇവർ ഇനി ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ കേരളം. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള CP ജോൺ, UDF സ്ഥാനാർത്ഥി CP ജോൺ പര്യടനമൊക്കെ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ BJPക്കും LDFനും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള RJDയിൽ നിന്ന് ഇന്നലെ രാജിവെച്ച V സുരേന്ദ്രൻ പിള്ള മത്സരിക്കും എന്നുള്ളതാണ് NDAയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ CPMഉം അല്ലെങ്കിൽ LDFും അദ്ദേഹത്തെ മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഒരു അനിശ്ചിതത്വം ഈ തിരുവനന്തപുരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കോൺഗ്രസ് ക്യാമ്പുകളിൽ ഇന്നത്തെ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. പ്രധാനമായും കെ സുരേന്ദ്രന്റെ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ദിൽന, ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.